അമർത്യതയിൽ വസിക്കുന്നവനും സകല ഭൂസീമവാസികൾക്കും കാരണപ്രദനുമായി തീർന്ന യേശു ക്രിസ്തുവിന് നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹാഭിവാദനങ്ങളെ അർപ്പിക്കുന്നു. ഈ മീഡിയയിൽ പബ്ലിഷ് ചെയ്തതുപോലെ എൻ്റെ പേര് ബാലചന്ദ്രൻ പിള്ള എന്നാണ്. കൊട്ടാരക്കര സ്വദേശിയാണ്. ഏകദേശം 20 വർഷങ്ങൾക്കപ്പുറം ജീവിതത്തിൽ നിരാശയുടെ ആഴക്കയത്തിലേക്ക് വീണുപോയ ഒരു പൂർവ്വകാലം എനിക്കുണ്ടായിരുന്നു. അവിടെ വെച്ച് മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ സർവശക്തനാകുന്ന ദൈവം, കർത്താവാകുന്ന യേശു ക്രിസ്തു എന്നെ തേടി വരുവാനും എന്നെ നാശകൂപത്തിൽ നിന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സാക്ഷ്യങ്ങൾ ഒത്തിരി വർണ്ണിപ്പാനുണ്ട്. എന്നാൽ സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഒരു ക്രൈസ്തവ വിശ്വാസിയായി ക്രിസ്തുവിൻ്റെ പടയാളിയായി ഈ രണാങ്കണത്തിൽ ഇറങ്ങുവാൻ ഒരിക്കൽ പോലും ചിന്തിച്ച വ്യക്തിയായിരുന്നില്ല എൻ്റെ ജീവിതം. കാരണം ഒരു ഹൈന്ദവ ഭക്തനായി ഒരു നായർ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഹൈന്ദവ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അതിൻ്റെ പിന്നാലെ മുൻപോട്ട് പോയെങ്കിലും കുട്ടിക്കാലം മുതൽ തന്നെ ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങളും അപകടങ്ങളും എന്നെ തേടി വന്നു. 10ൽ പഠിക്കുമ്പോൾ ഞാൻ വാഹനം പിടിച്ച് എൻ്റെ വലത് കാല് ഒടിഞ്ഞു പോകാനിടയായി. തുടർന്ന് +2 പഠിക്കുമ്പോൾ ഞാൻ ഒരു പൊട്ടക്കിണത്തിൽ വീണുപോയിട്ട് മരണകരമായ അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. അതിനുശേഷമായി എൻ്റെ ഡിപ്ലോമയെ കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനം വിട്ട് ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേക സമയത്ത് ഒരു കമ്പനിയിൽ വെച്ച് ക്ലോറിൻ ഗ്യാസ് ലീക്കായി വിഷവാതം ശ്വസിച്ചിട്ട് ഏകദേശം ചില നാളുകൾ കോമാ സ്റ്റേജുകളിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി. ഏകദേശം 25 വയസ്സിനകത്ത് വെച്ച് മരണകരമായ ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. പിന്നീട് ജോലി സംബന്ധിച്ച് പൈപ്പിംഗ് സൂപ്പർവൈസർ കം ഫോർമാനായിട്ട് കുവൈത്തിൽ സന്ധ്യം എന്ന് പറയുന്ന കൊറിയൻ കമ്പനിയിൽ കടന്നു പോവുകയും അവിടെ വെച്ച് സമാധാനമില്ലാത്തവനായി നിരാശയുടെ ആഴക്കയത്തിലേക്ക് വീണുപോയി. അങ്ങനെ നിരാശയുടെ ആഴക്കയത്തിൽ വീണ് കിടക്കുന്ന പ്രത്യേക സമയത്ത് ചില ദിവസങ്ങൾ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ കുവൈറ്റിലുള്ള താരിഖ് അൽ ഖാനിയത്തിൻ്റെ വഫ്രയിലെ ക്യാമ്പിൽ ഞാൻ വിശ്രമിക്കുമ്പോൾ ഒരു ദിവസം സർവശക്തനായ ദൈവം തൻ്റെ ദാസനെ എൻ്റെ ഭവനത്തിലേക്ക് അയക്കുവാനും അദ്ദേഹത്തിൻ്റെ ക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹം ദൈവിക ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രവചിച്ച ദൂതുകളും എന്നെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ ഇടയായിത്തീർന്നു. അവിടെയുള്ള താരിഖ് അൽ ഖാനിയത്തിൻ്റെ ക്യാമ്പിലുള്ള ആ ക്യാമ്പിൽ കൂട്ടായ്മയിൽ ആദ്യമായി ഞാൻ കടന്നുപോയി. അവിടെ വെച്ച് ഹൃദയം തകർന്നവനായി മനം തകർന്നവനായി നിലവിളിച്ച സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം എനിക്ക് ആശ്വാസവും പ്രത്യേകമായ ദർശനങ്ങളും നൽകി. കർത്താവ് എന്നെ കണ്ടതുകൊണ്ട് അവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നുവെങ്കിലും ക്രിസ്തുവിന് എന്നുള്ള തീരുമാനം എടുക്കുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്നയോളം ഏകദേശം 20 വർഷത്തിലധികമായി കർത്താവിന് വേണ്ടി ഈ അധ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് കേരളത്തിലുടനീളം മാത്രമല്ല ദൈവം അയക്കുന്ന എല്ലാ സ്ഥലത്തും കർത്താവിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ ഏവരുടെയും പ്രാർത്ഥന, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും, വിശേഷാൽ പ്രിയ ബാബു മാത്യു പാസ്റ്ററുടെ സ്നേഹവന്ദനത്തിന് നന്ദി പറയുന്നു. ഞാൻ പ്രിയ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഒട്ടനവധി സാഹചര്യങ്ങൾ പറയുവാനുണ്ട്. തികച്ചും ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSSകാരനും അപ്പോൾ തന്നെ അതിൻ്റെ സംഘാടകനും അതിനുവേണ്ടി 3 ഇടങ്ങളിൽ ശാഖ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിനിങ് കോഴ്സിന് വരെ എത്തി, OTC എന്ന് പറയും, ഒഫീഷ്യൽ ട്രെയിനിങ് കോഴ്സിന് വരെ എത്തിയ ഒരു വ്യക്തിയാണ്. അയോധ്യ ക്ഷേത്രം പണിയേണ്ടതിന് കേരളത്തിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങിയ ഒരു വ്യക്തി. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഹിന്ദുരാഷ്ട്രം പണിയേണ്ടവിടെ ഇറങ്ങി തിരിച്ചുവെങ്കിലും യഥാർത്ഥമായ അന്നും ഞങ്ങൾ പാടുമ്പോൾ RSSകാരെന്ന് പറയുന്നത് ഞങ്ങൾ പാടുമ്പോൾ ഇങ്ങനെ പാടും: ഒരു കൊച്ചു കൈത്തരി കത്തിച്ചു വയ്ക്കുവിൻ പെരുകുമിരട്ടൻ ഗുഹാന്തരത്തിൽ, അതിൽ നിന്നൊരായിരം പൊന്തീപനാളങ്ങൾ ഉയരട്ടെ പുലരട്ടെ പുണ്യഭൂവിൽ. ഇങ്ങനെയുള്ള ആ പാട്ടുകൾ ഞങ്ങൾ പാടുമായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചു, ഒരു കൊച്ചു കൈത്തിരി കത്തിച്ചു വെക്കണം, എന്നാലാവോളം സഹായം, എന്നാലാവോളം വെളിച്ചം ലോകത്തിന് പകരണം എന്നുള്ള വലിയ ആഗ്രഹക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അക്കാലങ്ങളിൽ അനേക വീടുകൾ മേഞ്ഞു കൊടുത്തു, അനേക പെൺകുട്ടികളുടെ കല്യാണത്തിന് പോയി സഹായിച്ചു കൊടുത്തു, എന്നാലാവോളം സഹായങ്ങൾ ചെയ്തു കൊടുത്തു, പല സൽക്കർമ്മങ്ങളും ചെയ്തു. പക്ഷേ മാനവ സേവയാണ് മാധവ സേവ അഥവാ ശ്രീകൃഷ്ണനെ സേവിക്കുന്നത് മനുഷ്യനെ സേവിക്കുന്നതാണ് എന്നുള്ള ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായ ഒരു പൂർവ്വകാലം എനിക്കുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥമായ വെളിച്ചമില്ലാത്തവനായി, യഥാർത്ഥമായ വെളിച്ചം കൊടുക്കുവാൻ കഴിയാത്തവനായി നിരാശയുടെ ആഴക്കയത്തിലേക്ക് കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ വെളിച്ചമില്ലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അസ്വസ്ഥ ചിത്തനായിരുന്നു, സമാധാനമില്ലായിരുന്നു. മനുഷ്യൻ കുറച്ചുനാൾ ജീവിക്കുന്നു, പിന്നെ അവൻ മരിക്കുന്നു, മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു ഇത്യാദി വിഷയങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിരാശയുടെ ആഴക്കയത്തിൽ വീണുപോയി. പല രാത്രികൾ ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടപ്പോൾ എന്നെ തേടി വന്ന ദൈവസ്നേഹത്തിനായി
കർത്താവിന്റെ ദാസൻ എന്നെ തേടി വരുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിലൂടെ ഈ കർത്താവിനെ അറിയുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ദൈവജന ശ്രവണവും ക്രിസ്തുവേശുവിലൂടെയുള്ള ആ വലിയ സൗഭാഗ്യവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഒരു വേദഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ദൈവത്തെ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് സങ്കീർത്തനം 62 സങ്കീർത്തനം 8 വാക്യത്തിൽ നിന്ന് ഇന്ന് പകൽകാലം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ട് സങ്കീർത്തനം 62 വാക്യം ഞാൻ വായിക്കുന്നു. നമുക്കെല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ അഥവാ അവനിൽ ആശ്രയിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ട്രസ്റ്റ് മൈ പീപ്പിൾ അറ്റ് ഓൾ ടൈം ഇൻ ഹിസ് ഫീറ്റ് ബിക്കോസ് ഹീ ഈസ് അവർ റെഫ്യൂജ്. എല്ലാ കാലത്തും നമ്മുടെ ദൈവത്തിങ്കിൽ ആശ്രയിക്കാം. ലോകപ്രകാരമുള്ളവരിൽ എല്ലാ കാലത്തും ആശ്രയിക്കാൻ പറ്റില്ല, എന്നാൽ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കാം. അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ്, ഏത് സാഹചര്യമാണോ, ശാരീരിക രോഗമായിരിക്കാം, മാനസിക വിഷയമായിരിക്കാം, സാമ്പത്തിക ദാമ്പത്തിക വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആവലാതികളും വേവലാതികളുമായിരിക്കാം, ജോലിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള അവലാതികളാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടികൾ, കേസ് സംബന്ധമായ വിഷയങ്ങൾ, ഏത് വിഷയമാണെങ്കിലും ആകലാതിയോടെയും ആകുല ചിന്തയോടും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് ഇന്ന് പകൽക്കാലവും നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത്, യഹോവയിൽ ആശ്രയിക്കുവൻ, സാക്ഷാൽ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുവൻ. അവൻ നമ്മുടെ സങ്കേതമാകുന്നു. അവനിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് ഉറച്ചു വെക്കുന്ന സീയോൻ പർവ്വതം പോലെ നിൽക്കും. നമുക്കൊരു നിമിഷം ഇവിടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ശബ്ദത്തിലൂടെ കേൾക്കുന്ന ഏതൊരു ജീവിതത്തിനും ആവശ്യമായ വിടുതൽ ഇന്ന് പകൽക്കാലം അയക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ മക്കൾ അനുഭവിക്കുന്ന ഏത് വിഷയമാണെങ്കിലും സർവശക്തനാകുന്ന കർത്താവിന്റെ കരം സ്പർശിച്ച് ഒരു പൂർണ്ണ സൗഖ്യവും ഒരു പൂർണ്ണ വിടുതലും ഒരു പൂർണ്ണ ആശ്വാസവും ദൈവം പകരേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, ഒരു വലിയ ഉൾബലം, ഒരു ആൾക്കരുത്ത്, ഒരു മനക്കരുത്ത് ഇന്ന് പകൽക്കാലം ദൈവം കൊടുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന എല്ലാ പാരമ്പര്യ പൗരോഹിത്യ ജാതീയ അന്ധകാര തേർവാഴ്ചകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയനെ ബ്ലോക്ക് ചെയ്യുകയാണ് കർത്താവ്. ഞങ്ങളുടെ വലിയ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തണം. മഹത്വമെല്ലാം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ടത്. ജനം എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കുന്നു. ഇസ്രായേലിന്റെ ശ്രുതിമധുര ഗായകനാകുന്ന ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 62 സങ്കീർത്തനം. നമുക്കറിയാം, തൻ്റെ മകനാകുന്ന അബ്ശാലോമൻ കൊല്ലുവാൻ ഓടിച്ചപ്പോഴോ, തൻ്റെ എതിരാളിയാകുന്ന ശൗൽ തന്നെ വകവരുത്തുവാനായി പല പ്രാവശ്യം പരിശ്രമിച്ചപ്പോഴൊക്കെയും ദൈവത്തിങ്കിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിങ്കിൽ പൂർണ്ണമായി ആശ്രയിച്ച ദാവീദിന് ദൈവം കൊടുത്ത വിടുതലുകളെ ഓർക്കുമ്പോൾ ദാവീദിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, കീർത്തനം പാടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ദൈവത്തെ കീർത്തനങ്ങൾ പാടി ആരാധിക്കുന്ന ഒരു സ്വഭാവം ദാവീദിന്റെ ദിനചര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദിന്റെ അന്തരാത്മാവിൽ അങ്കുരിച്ച മനോഹരമായ ഒരു ഗാനശകലമാണ് 62 സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ 8 വാക്യം ഞാൻ ഇപ്രകാരം ഓർപ്പിച്ചു: ജനം എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ, കാരണം അവൻ നമ്മുടെ സങ്കേതമാകുന്നു, അവൻ നമുക്ക് ബലമാകുന്നു, അവൻ നമുക്ക് കോട്ടയാകുന്നു, അവൻ നമുക്ക് പാറയാകുന്നു. ഏതെല്ലാം വിഷയങ്ങൾ നാം അഭിമുഖീകരിക്കുമോ, നാം ദൈവത്തിങ്കിൽ സാക്ഷാൽ ക്രിസ്തുവേശുവിൽ ആശ്രയിക്കുമോ, നിശ്ചയമായും വിടുതൽ നമുക്ക് ദൈവം നൽകി തരുവാൻ തക്കോണം ഇടയായി തരും. ഈ സായങ്കാലവും ദൈവത്തിന് പറയുവാൻ അത് മാത്രമേ ഉള്ളൂ: നിങ്ങൾ എന്നിൽ ആശ്രയിക്കുവിൻ. പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നുള്ള സംശയം നമ്മുടെ അന്തരാത്മാവിലുണ്ട്. ഇവിടെ ആശ്രയിക്കുവാൻ പറയാനുണ്ടായ കാരണം സങ്കീർത്തനക്കാരൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. നാം ഈ സങ്കീർത്തനം 62 സങ്കീർത്തനം പഠിക്കുമ്പോൾ ഒന്നാമതായി താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ സങ്കീർത്തനക്കാരൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ 62 സങ്കീർത്തനം അതിന്റെ 4 വാക്യം പഠിക്കുമ്പോൾ അവന്റെ പദവിയിൽ നിന്ന് ശത്രു അവനെ തള്ളിയിടുവാൻ നോക്കുന്നു. രണ്ടാമതായി പറയുന്നത് 3 വാക്യത്തിന്റെ ബി പാർട്ട് പഠിക്കുമ്പോൾ അവനെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പോൾ 2 കാര്യമാണ് സങ്കീർത്തനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. 1 പദവിയിൽ തള്ളിയിടുക, 2 അവനെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലായ്മ ചെയ്യുക. ഈ 2 ദൗത്യമാണ് അവന്റെ ശത്രുവിനുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രതിയോഗി ആരാണ്? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ കൂട്ടായ്മയുടെ പങ്കാളികളായി, തിരുമേശയിൽ പങ്കാളികളായി നമുക്ക് ഓരോരുത്തർക്കും പോരാട്ടമുള്ളത് ജഡരക്തം കൊണ്ട് ആരോടുമല്ല, മറിച്ച് നമുക്ക് പോരാട്ടമുള്ളത് ഈ ലോകത്തിന്റെയും സ്വർലോകത്തിന്റെയും ദുഷ്ടാത്മ സേനയോടാണ്. അങ്ങനെയാണെങ്കിൽ ആ ദുഷ്ടാത്മസേനയാകുന്ന പിശാച് എന്നെയും നിങ്ങളെ തകർക്കേണ്ടതിനും വീഴ്ത്തേണ്ടതിനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദാ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം.
പ്രാർത്ഥനാ ജീവിതം എവിടെയുണ്ടോ ആ വ്യക്തിയെ തകർക്കുവാൻ ഈ ലോകത്തിലെ രാഷ്ട്ര തലവന്മാർക്കോ പൈശാചിക ശക്തികളോ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായി വേണ്ടുന്നത് പ്രാർത്ഥന എന്നുള്ള വലിയ ആ ഒരു മഹത്തായ സത്യം നാം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നൊക്കെ ഇടയായി തരണം. ഇവിടെ ആ പദവിയിൽ തള്ളിയിടുവാനായി പിശാച് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി സങ്കീർത്തനക്കാരൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഒന്ന് ആ പദവി. യോഹന്നാൻ പറയുകയാണ്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ പദവി നൽകിയിരിക്കുന്നു. നമ്മുടെ ഷോൾഡറിലുള്ള ആ ഒരു സ്റ്റാറുകൾ പലപ്പോഴും നാം കാണാറില്ല. ആധിപത്യം തോളിലുള്ള മഹാദൈവം ആ ആധിപത്യം നമ്മളെ വെച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കോ ഇവിടുത്തെ പ്രസിഡന്റിനോ ഇവിടുത്തെ ഏതെങ്കിലും കമാൻഡർ ചീഫിനോ ഇല്ലാത്ത അധികാരം നമ്മുടെ ഷോൾഡറിൽ ഇരിക്കുമ്പോൾ പെട്ടകം ചുമക്കുന്ന ദേവദാസന്മാരെ നിങ്ങളുടെ മുകളിലുള്ള ആ സ്റ്റാർ തമ്പുരാൻ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എത്ര പേരെന്ന് പറഞ്ഞാലും ആ പദവിയെ കാണാറുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞാനും നിങ്ങളുടെ അടുക്കലേക്ക് ഏതൻ പൂങ്കാവനം മുതൽ ദൈവം എല്ലാ ദിവസവും ഇറങ്ങി വരുമായിരുന്നു. നമുക്കറിയാം, ആദം ഹവ്വ ദമ്പതികളെ ദൈവം ഉണ്ടാക്കി ഏതൻ പൂങ്കാവനത്തിൽ ആക്കിയപ്പോൾ ആ പദവി കൊടുത്ത ദൈവം തന്റെ കൺമിൻ തൻ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, അപ്പന മക്കളോട് കരുണയുണ്ടാകുന്നത് പോലെ പിതാവായ ദൈവം എല്ലാ സന്ധ്യയാകുന്ന സമയത്തും വെയിലാറുമ്പോഴും ആദാമിനെയും ഹവ്വയെയും കാണുവാനായിട്ട് കടന്നു വരുമായിരുന്നു. എന്നാൽ വീണുപോയ ദൂതന്മാർ എന്ന് പറയുന്ന ഫാളൻ ഏഞ്ചൽസിന്റെ വാക്ക് കേട്ട് ആ പൈശാചിക ശക്തി, ആ പിശാചാകുന്ന ശക്തി ഈ നാഗത്തിലൂടെ കയറി വന്ന് ഹാവയും പിന്നീട് ആദമിനെ വഞ്ചിച്ചു. രണ്ടുപേരും പാപം ചെയ്തപ്പോൾ അവിടെ സംഭവിച്ചത് എന്നേക്കുമായി ദൈവമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് അവർ മരിക്കുകയായിരുന്നു. ഒന്നാമത് ആ പദവിയിൽ നിന്ന് കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ ഒരു ഫെലോഷിപ്പാണ് തമ്പുരാൻ നമുക്ക് നൽകിയത്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ഫെലോഷിപ്പ് ഗ്രീക്കിൽ പറയും കൊയിനോനിയ എന്ന് പറയുമ്പോൾ ഫെലോഷിപ്പ്. എന്താണ് ഫെലോഷിപ്പ്? ദ സെയിം പാസഞ്ചേഴ്സ് ഇൻ സെയിം ഷിപ്പ്. There are sharing, caring, flourishing, nourishing, cherishing, all are in that way. അപ്പോൾ കൊയിനോനിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം കെയറിംഗ് ഉണ്ട്, ഷെയറിംഗ് ഉണ്ട്, ചെറിഷിംഗ് ഉണ്ട്, നറിഷിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റിംഗ് ഉണ്ട്, ജേർണിയിങ് ഉണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഒരു തുറമുഖത്തു നിന്നും മറു തുറമുഖത്തേക്ക് ഒരു കപ്പൽ പോകുമ്പോൾ അതിനകത്തുള്ള ആ യാത്രയാണ് ഫെലോഷിപ്പ്, ഫെലോ പാസഞ്ചേഴ്സ് ഇൻ സെയിം ഷിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവം എല്ലാ ദിവസവും ആദാമിനെ ഹവ്വയും തേടി ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ പിശാചിന്റെ വാക്ക് കേട്ട് ലൗകിക സുഖങ്ങളും മോഹസുഖങ്ങളും അവരുടെ ഉള്ളിൽ മുഴുകിയപ്പോൾ അവർ വല്ലാതെ ചാഞ്ഞു പോയത് കൊണ്ട്, വല്ലാതെ ആഗ്രഹിച്ചത് കൊണ്ട് അതിലേക്ക് വീണു പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് പ്രിയമുള്ളവരെ? 7 കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ അവർ നഗ്നരെന്ന് കണ്ടു. പ്രിയമുള്ളവരെ, നാം പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ച് അകന്നു പോകുമ്പോൾ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആവരണമാകുന്ന തേജസ്സിന്റെ അങ്കി ദൈവം എടുത്തു മാറ്റുകയാണ്. നമുക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ അസമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് നാം വഴുതി മാറുകയാണ്. ഒന്ന്, അവർ നഗ്നരെന്ന് കണ്ടു. പ്രിയമുള്ളവരെ, നഗ്നരെന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത് അവർ ദൈവത്തെ വിട്ട് അകന്നു പോയതാണ്. രണ്ടാമതായിട്ട് അവിടെ പഠിക്കുമ്പോൾ അവർക്ക് ഭയം ഉള്ളിൽ വന്നു. ഭയം അവരുടെ ഉള്ളിൽ പിടിച്ചു. അപ്പോൾ പാപം, ശാപം, രോഗം, മരണം. അപ്പോൾ ഭയം അകത്തേക്ക് വരികയാണ്. ഇന്നും അനേകര് പാപം ചെയ്ത് ഭയപ്പെട്ട് ഒളിക്കുന്ന അവസ്ഥയാണ് ഭയം. ഇന്ന് അനേകരെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത് നമ്മൾ ശ്രവണ മാധ്യമം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഭയം പിടിച്ചു. മൂന്നാമതായിട്ട് ഡിസ്കോർഡാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, അവർക്ക് ഷെയിം ഉണ്ടായി. രണ്ടാമത് അവർക്ക് ഫിയർ ഉണ്ടായി. മൂന്നാമത് അവർക്ക് സംഭവിച്ചത് ഡിസ്കോർഡ്, വിയോജിപ്പുണ്ടായി. ആദാമിനെ ദൈവം വിളിച്ചു, എന്തേ നീ കൽപ്പന ലംഘിച്ചു? അപ്പോൾ അതാ പറയാണ്, ഞാനല്ല കുറ്റക്കാരൻ, ദൈവമേ അങ്ങാണ് കുറ്റക്കാരൻ. കാരണം ഞാൻ ഏകാനായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഒരു സഹോദരി തന്നു, അവളാണ് കാരണക്കാരി, അതുകൊണ്ട് അവൾ തന്നു, ഞാൻ പഠിച്ചു. അപ്പോൾ പാവം നേരിട്ട് പറയുവാനോ അപ്പാ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നെടുമ്പാട് വീഴാനോ ആദാം തയ്യാറാകുന്നില്ല. ഹവ്വയെ വിളിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവളും പറയുന്നത് പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പോൾ വിയോജിപ്പുണ്ടാവുകയാണ്. ഇന്നും പാപം ചെയ്തതിന്റെ 3-ാമത്തെ പടി വിയോജിപ്പാണ്. പല കുടുംബങ്ങളും തകരുവാനുള്ള കാരണം ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല, ഭാര്യയുടെ ഉപദേശങ്ങൾ ഭർത്താവ് വകവെക്കുന്നില്ല, ആ കുടുംബ ബന്ധം ശിഥിലമാകുന്നു. അങ്ങനെ രണ്ട് പാത്രങ്ങളായി മാറുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിശാചി വിശ്വാസം നമുക്ക് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണമേ, വിയോജിപ്പ് സംഭവിക്കുകയാണ്. 4-ാമതായിട്ട് ദൈവം ശപിക്കുകയാണ്. ഹവ്വയോട് പറഞ്ഞു, നിന്റെ ഗർഭധാരണവും നീ മക്കളെ പ്രസവിക്കുന്നതും അധികം വേദനയോടെയാകും. 5-ാമതായി പറയുന്നു, ആദാമിനോട് പറഞ്ഞു, നീ എൻ്റെ വാക്ക് കേൾക്കാതെ ഭാര്യയുടെ വാക്ക് കേട്ടത് കൊണ്ട് നീ മുഖത്തെ വിയർപ്പോടെ ഉജ്ജീവനം കഴിക്കണം. അപ്പോൾ സഫറിങ് ഇൻ പെയിൻ ആൻഡ് ഹാർഡ് വർക്ക് ഇൻ ലേബർ, അപ്പോൾ കഠിനാധ്വാനം. 7-ാമതായിട്ട് ദൈവം അവിടെ വേലി കിട്ടി, സെപ്പറേഷൻ.
ഒരു എറ്റേണൽ സെപ്പറേഷൻ, നിത്യമായ ഒരു വേർപാട്. എല്ലാ ദിവസവും കൂട്ടായ്മയെ ആചരിച്ചു ദൈവത്തിൻ്റെതാകുന്ന സ്നേഹവാത്സല്യങ്ങൾ, ആ പ്രീതി വാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വസ്ഥമായി കിടന്നുറങ്ങിയ ആദം ഹവ്വ ദമ്പതികൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ പോകുവാൻ കാരണം അവരുടെ ഉള്ളിലേക്ക് പിശാച് കുത്തിവെച്ച ഈ മാരകമായ വിഷമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, അവസാനമായി പറയുന്ന അവർ അവിടെ മരിക്കുകയാണ്. ഏഴാമതായി ആത്മീക മരണവും ശാരീരിക മരണവും അവർക്ക് സംഭവിച്ചു. നിങ്ങൾ ചിന്തിക്കും, അങ്ങനെയാ പാസ്റ്ററെ ശാരീരിക മരണം സംഭവിച്ചത്? അതേ പ്രിയമുള്ളവരെ, നമ്മുടെ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം മാത്രമേ ആകുന്നുള്ളൂ. നമുക്കറിയാം, നമ്മുടെ 1000 സംവത്സരം കർത്താവാകുന്ന യേശുവിന് ഒരു ദിവസം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഇന്ന് വരെ ആരും 1000 കൊല്ലം ജീവിച്ചിട്ടില്ല. 969 വർഷം മെഥുസേലഹ് ജീവിച്ചിരുന്നു. ആ വ്യക്തി മാത്രമാണ് ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ മരണം സംഭവിച്ചു. അങ്ങനെ പിശാച് അവരെ കൊല്ലുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മരണം സകലിലേക്കും പരക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് നമുക്കറിയാം, ഈ നമ്മുടെ പദവിയിൽ തള്ളിയിടുക. അനേകരെ ആദ്യ ദമ്പതികളാകുന്ന ആദം ഹവ്വ ദമ്പതികളെ പിശാച് തള്ളിയിട്ട് അവരെ മരണത്തിനിടയാക്കിയെങ്കിൽ അതിന്റെ ബാക്കി പത്രങ്ങളാകുന്ന എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കേണ്ടതിന്, മരണത്തിന്റെ പാശങ്ങളെ അഴിക്കേണ്ടതിന് പലരെയും ഭൂമിയിലേക്ക് അയച്ചു. ദൈവം കാലാകാലങ്ങളായി അവർ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് ദൈവം മറ്റൊരു മൃഗത്തെ കൊന്നിട്ട് തോലുകൊണ്ട് നഗ്നതയൊക്കെ മറച്ചു കൊടുത്തെങ്കിലും പിൽക്കാലത്ത് അത് യാഗമായി മാറുകയും യാഗങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അത് ഒരു ശീലമായി മാറിയപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ ഹോമയാഗങ്ങളിൽ ഞാൻ പ്രസാദിക്കുകയില്ല, മനുഷ്യന്റെ ഒരുക്കളിൽ എനിക്ക് പ്രസാദമില്ല. അങ്ങനെ സർവശക്തനായ ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ന്യായപാലകന്മാരെയും രാജാക്കന്മാരെയും മന്ത്രിമാരെയും മൂപ്പന്മാരെയും ഒക്കെ സഭയ്ക്ക് വരദാനങ്ങളായി കൊടുത്തെങ്കിലും അവരൊക്കെയും പാപം ചെയ്ത് അകന്നു പോയപ്പോൾ ദൈവം സ്വർഗത്തിൽ കൗൺസിൽ കൂടി ചോദിച്ചു, അനന്തരം ഞാൻ ആരെ അയക്കൊണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? അങ്ങനെ ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ മണിമകുടമായിരുന്ന, ദൈവത്തിന്റെ ആ സ്വർഗീയ മണിമകുടമായിരുന്ന ആ സ്വർഗത്തിന്റെ ഏകജാതനാകുന്ന പിതാവിന്റെ ഏകജാതനായ യേശു ക്രിസ്തു പറയുകയാണ്, ഏകമകനാകുന്ന ക്രിസ്തു പറയുകയാണ്, അടിയനെ അയക്കണമേ. അങ്ങനെ കാലത്തിന് സമൃദ്ധിയിൽ സർവ്വവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം കന്യകാസൂനുമായി, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ കൊള്ളുന്ന ഒരു സാധാരണക്കാരനായി, ഒരു ചെറു ഏറ്റവും നിസ്സാരനായി ഭൂമിയിലേക്ക് യേശു പിറന്നു വരികയാണ്. ആ യേശു ക്രിസ്തു പ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ കടന്നു വന്നത് ജീവനെ തരുവാണ്, സമൃദ്ധിയായ ജീവനെ തരുവാനാണ്. ഇവളവരെ ആ യേശു കടന്നു വന്ന ആ യേശുവിന് ജീവനെ തരുവാന, സമൃദ്ധിയായ ജീവനെ മടക്കി തരുവാനെ കഴിയും. അവന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിന് മാത്രമേ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ അധികാരമുള്ളൂ. വേറെ ആർക്കും ഇവിടുത്തെ അസംബ്ലീസ് ബോർഡിന്റെ സൂപ്രണ്ടിനോ അല്ലെങ്കിൽ അസംബ്ലീസ് ബോർഡിന്റെ ഓൾ ജനറലിനോ അധികാരം കൊടുത്തിട്ടില്ല. IPCയുടെ സൂപ്രണ്ടിന് അധികാരം കൊടുത്തിട്ടില്ല. ഷാരോന്റെ ആകട്ടെ, ചർച്ച ബോർഡിന്റെ ആകട്ടെ, ഇൻഡിപെൻഡന്റ് സഭകളുടെ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാനുള്ള അധികാരം യേശുക്രിസ്തുവിനാണ്. അതിൽ നിന്ന് മായ്ച്ചു കളയുവാനും അധികാരം യേശുക്രിസ്തുവിനുണ്ട്. കാരണം യേശുക്രിസ്തു ജീവനെ കൊടുത്തവനാണ്. ജീവൻ എവിടെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം. ജീവൻ രക്തത്തിലാണ്. രക്തം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ നരമ്പുകളിലാണ്. ആ രക്തം എവിടെയാണ് ഉണ്ടാക്കുന്നത്? മജ്ജയിലാണ്. ആ രക്തം ഉണ്ടാക്കുന്ന, രക്തത്തിനകത്തിരിക്കുന്ന ജീവൻ നമുക്ക് വേണ്ടി പ്രതിപകരയാഗമായി പാവമില്ലാത്ത രക്തം കൊടുത്ത് യേശു നമുക്ക് ജീവൻ മടക്കി നൽകിയെങ്കിൽ, പ്രിയ ശ്രോതാക്കളെ വിളിച്ചു പറയട്ടെ, അത് സമൃദ്ധിയായ ജീവനെ തരുവാനാണ്, നിത്യ ജീവനെ തരുവാനാണ്. അപ്പോൾ പിശാച് നാം പ്രാപിച്ച ഈ ജീവനെ നശിപ്പിച്ചു കളയേണ്ടതിന് നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ വിഷയങ്ങളെ ഗ്രാജുവലി നമ്മളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈലന്റ് കില്ലറായി ചില രഹസ്യ പാപങ്ങളെ, ചില പരസ്യ പാപങ്ങളെ നമ്മളെ കുത്തിവെച്ച് പതുക്കെ നമ്മെ പുറകോട്ട് കൊണ്ടുപോയി ശേഷം മനുഷ്യരെ പോലെ ആക്കിക്കളയുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ആ ശക്തി തിരിച്ചറിയുവാനുള്ള, നമ്മളെ കൊന്നുകളയുവാൻ, നമ്മളെ പൂർണ്ണമായി നമ്മളെ ഊറ്റിയെടുക്കുന്ന ആ ദുഷ്ടശക്തികളെ കണ്ടു പിടിച്ചുകൊണ്ട് ഇന്ന് പലകാലം മനം തിരിഞ്ഞു വരുവാൻ ദൈവാത്മാവ് ബുദ്ധി ഉപദേശിച്ച് അനേകർ വീണുപോയി. നമുക്കറിയാം, അനേകര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവരുടെ വന്നു. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, നമ്മുടെ പദവിയിൽ തള്ളിയിടുക. നമുക്കറിയാം, സ്തോത്രം, ഈ പതുക്കെ പദവിയിൽ തള്ളിയിടുക. ശിംശോനെ അഭിഷിക്തനായിരുന്നു, നാസികവധസ്ഥനായിരുന്നു. തന്റെ 7 ജടകളെ പതുക്കെ മുറിച്ചു മാറ്റുകയാണ്. അതാണ് ഇവിടെ 7 സ്റ്റെപ്പുകളായിട്ട് പിശാച് വീഴ്ത്തതുപോലെ നമുക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ 7 ആണല്ലോ. മാനസാന്തരപ്പെടുക, കർത്താവെന്ന് യേശു രക്ഷകനായി സ്വീകരിക്കുക, സ്നാനപ്പെടുക, ആത്മാഭിഷേകം പ്രാപിക്കുക, വേർപാട് ആചരിക്കുക, വിശുദ്ധ കൂട്ടായ്മയിൽ പങ്കാളികളാകുക, പ്രാർത്ഥന കഴിക്കുക, തിരുമേശയിൽ പങ്കാളികളാകുക. ഇങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങൾ ഗ്രാജുവലി നമ്മുടെ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മൾ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാതെയും ആരാധിക്കാതെയും ഇരുന്ന് പതുക്കെ മറ്റുള്ളവർ കമന്റുകളൊക്കെ കേട്ടിട്ട് നമ്മൾ പതുക്കെ ഗ്രാജുവലി പുറകോട്ട് പോയെങ്കിൽ അതെല്ലാം മടങ്ങി വന്ന് ജീവനെ പ്രാപിക്കുവാൻ,
നാം നമ്മുടെ ശക്തമായ അഭിഷേക ശക്തിയോടെ മുന്നേറുവാൻ ദൈവം പറയുകയാണ്. കാരണം കർത്താവിന്റെ വരവ് ഏറ്റവും സമീപസ്ഥമായിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുകയാണ്, ശത്രുവിന്റെ പദ്ധതികൾ അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതികൾ, ഒന്ന് നമ്മളെ പദവിയിൽ തള്ളിയിടുക, രണ്ട് നമ്മളെ കൊല്ലുക. അനേകരെ പിശാച് കൊല്ലുക നമുക്കറിയാമല്ലോ. അവസാനം ശിംശോന്റെ 7 ജടകൾ മുറിച്ചു മാറ്റുക. എന്താ? മാനസാന്തരപ്പെട്ട് വന്ന വ്യക്തി, രക്ഷിക്കപ്പെട്ട് വന്ന വ്യക്തി, സ്നാനപ്പെട്ട് വന്ന വ്യക്തി, അഭിഷേകം പ്രാപിച്ച വ്യക്തി പാപത്തിലേക്ക് പോയിട്ട് ആ ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങിയിട്ട് എല്ലാം മറന്നിട്ട് അവസാനം അവനെ കൊണ്ടുപോയി പിശാച് ക്ഷേത്രത്തിൽ ബന്ധിച്ചിട്ട് അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് അവൻ അവിടെ വെച്ച് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അനേകർ എങ്ങനെയല്ലേ? അപ്പന്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ സമ്പത്തോടെ ജീവിച്ച ആ ഇളയ പുത്രൻ ലൂക്കോസ് 15 പഠിക്കുമ്പോൾ എല്ലാം പിടിച്ചു വാങ്ങി, അപ്പനോട് പിടിച്ചു വാങ്ങി ദൂരയാത്ര ചെയ്തു പോയ ആ മുടിയൻ പുത്രൻ, അല്ലെ അപ്പനെ വിട്ടുപോയ ആ പുത്രൻ, അപ്പൻ അവിടെ കാത്തിരുന്നു. മടങ്ങി വരുമ്പോൾ അപ്പൻ പറഞ്ഞൊരു പദമുണ്ട്, ആ മിസ്സത്തെ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ വിട്ട് എത്ര ഘാതം അകലെയാണെങ്കിലും ദൈവം പറയുകയാണ്, പ്ലീസ് കം ബാക്ക്, ഐ ആം റെഡി ടു റിസീവ് യു. ഞാൻ നിന്നെ കൈപ്പറ്റുവാൻ, ഞാൻ നിന്നെ സ്വീകരിപ്പാൻ എപ്പോഴും ഒരുക്കമാണ്. എത്ര പാപത്തിന്റെ അഗാധ കൂപത്തിൽ വീണാലും, സ്തോത്രം, എത്ര പാപത്തിന്റെ നാശക്കുഴിയിലാണെങ്കിലും നീ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചാൽ ഓടി വരുന്നൊരു പിതാവിനെയാണ് പാസ്റ്റർ ബാല എന്ന് പ്രസംഗിക്കുന്നത്. കാരണം ഒരു നിമിഷം നീ മടങ്ങിച്ചേരാൻ ആഗ്രഹിച്ചാൽ ദൂരത്തു നിന്ന് അറിയുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. അപ്പന് മക്കളുടെ കരുണയുണ്ടാകുന്നത് പോലെ പിതാവായ ദൈവത്തിന്റെ കരുണയുണ്ടാകുന്നു. രഹസ്യപാപങ്ങൾ, പരസ്യപാപങ്ങൾ നമുക്കറിയാം. ഒട്ടനവധി പാപങ്ങൾ നമ്മളിലൂടെ പിശാച് കുത്തിവെക്കുമ്പോൾ നമ്മുടെ മൊബൈൽ മെയിലുകളിലൂടെ, മൊബൈൽ വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ, അതുപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ചാറ്റുകളിലൂടെ നാം ചെയ്യുന്ന സന്ദേശങ്ങളൊക്കെ ഒരു പ്രാവശ്യം കൂടെ അവലോകനം ചെയ്തിട്ട് നാം ചെയ്യുന്ന സന്ദേശങ്ങളൊക്കെ യഥാർത്ഥമായി ദൈവികമാണോ? നമ്മുടെ ഫോൺ കോളുകൾ എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുയോജ്യമാണോ എന്നൊരു പ്രാവശ്യം കൂടെ അവലോകനം ചെയ്യണം. അനേകർ വീണുപോകുന്ന, മരിച്ചു പോകുന്ന ഒരു പൊക്കളത്തിലാണ്. നമുക്കറിയാമല്ലോ, ദ്രവ്യ കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപം. ഇവിടെ കൺമോഹമായിരുന്നു സ്തോത്രം ആദം ഹവ്വ ദമ്പതികളെ വശീകരിച്ചു കൊണ്ടുപോയത്. കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപം, ഈ 3 കാര്യമാണ് അവിടെ വെളിപ്പെടുന്നത്. ഒന്ന് കൺമോഹം, കണ്ണിൽ നോക്കിയപ്പോൾ കാണുവാൻ ഭംഗിയുള്ളതും. 2 ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പോൾ കൺമോഹം, ജഡമോഹം, ആർത്തി, ജഡത്തിന് വേണ്ടിയുള്ള വിശപ്പിനുള്ള ആർത്തി. 3ാമതായിട്ട് ജ്ഞാനം കാലത്തും വലിയ ആളാകുവാനുള്ള ആഗ്രഹം, ദൈവത്തെ പോലെ ആകും, എവിടെയും എപ്പോഴും എത്തിച്ചേരാം. ഇങ്ങനെയുള്ള കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപം, ഇതിനുവേണ്ടി ആഗ്രഹം അനേകർ വീഴുകയാണ്. നമുക്കറിയാമല്ലോ, ജഡത്തിന്റെ പിന്നാലെ പോയ ശിംശോൻ അവിടെ വീണു. മാത്രമല്ല ഒരുപാട് പേര് വീണുപോയി. യോസഫ് ആണെങ്കിൽ വീണുപോയില്ല. കാരണം യോസഫ് പറഞ്ഞു, ഞാൻ വിശുദ്ധിയോടെ നിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനേകർ വീണുപോകുവാൻ പിശാച് അവസരം ഒരുക്കുമ്പോൾ ഒത്തിരി പേര് പണത്തിന്റെ പിന്നാലെ പോയിട്ട് മടങ്ങി വന്നിട്ടില്ല. അവരൊക്കെ മരിച്ചു പോകാനിട വന്നു. നമുക്കറിയാം, യൂദ എന്താണ് അവിടുത്തെ ഫൈനാൻസ് അല്ലെങ്കിൽ ട്രഷറി കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു യൂദ. പക്ഷേ 30 വെള്ളിക്കാശിന് യേശുവിന് ഒറ്റ കൊടുക്കേണ്ടുന്ന ഒരു ദുര്യോഗം യൂദായ്ക്ക് വന്നു. കെട്ടി അങ്ങ് മരിച്ചു. അവൻ വന്ന് കുമ്പസരിച്ചു. പാപങ്ങൾ പുരോഹിതന്മാരേറ്റ് പറഞ്ഞു, അവർക്ക് പാപമോചനം കൊടുക്കാൻ അധികാരമില്ലല്ലോ, അവൻ കെട്ടി അങ്ങ് മരിക്കേണ്ടി വന്നു. അതുപോലെ അനന്യാസ സഫീറയും അവരെന്താണ് വസ്തു വിറ്റിട്ട് ആ വസ്തുവിന്റെ പണം എടുത്ത് ഒളിച്ചു വെച്ചു. സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ കഴിയുമോ? അപ്പൊ പണത്തെ മോഹിച്ച്. അതുപോലെ എലീശയുടെ ദാസനാകുന്ന ഗേഹസി നയമാന്റെ കുഷ്ഠൻ മാറിയത് കണ്ടിട്ട് ഒരു ഓഫറിങ് കൊടുക്കാനായിട്ട് നയമാൻ ആഗ്രഹിച്ചെങ്കിലും പ്രവാചകൻ പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളൂ. പക്ഷേ ഈ ശിഷ്യന്റെ ഹൃദയം നയമാന്റെ കൂടെ കടന്നുപോയി. അങ്ങനെ പോയപ്പോൾ അവിടെ സംഭവിച്ചത്, അവന്റെ കുഷ്ഠം, നയമാന് മാറി കുഷ്ഠം ആ ഗേഹസിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പണത്തിന്റെ പിന്നാലെ പോയ, ജഡത്തിന്റെ പിന്നാലെ പോയ ചുരുക്കം ചിലർ ഒഴിച്ച് മറ്റാരും മടങ്ങി വരുവാൻ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിലേക്ക്, അഥവാ 2ാം മരണമാകുന്ന നരകത്തിലേക്ക് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പലകാലം ദൈവത്തിന് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾ പറയുവാനുള്ളത്, വീണുപോകാ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ രഹസ്യപാപങ്ങൾ, പരസ്യപാപങ്ങൾ ഉണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാ ബുദ്ധി ഉപദേശിക്കുക. സങ്കീർത്തനം 51:20 പഠിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവൻ എന്ന് നീ നിരൂപിച്ചു. ദൈവം പറയുകയാണ്, ഇവയൊക്കെ നീ ചെയ്ത്, ഇത്രയും പാപങ്ങൾ ചെയ്ത് ഞാൻ ശിക്ഷിക്കാതിരിക്കുമ്പോൾ, നീ പല രഹസ്യ പാപങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ ശിക്ഷിക്കാതിരിക്കുമ്പോൾ നീ കരുതുന്നത് ഞാൻ നിന്നെ പോലെയുള്ള മറന്നുപോകുന്ന ഒരു പൊട്ടനാണ്, ഒരു മന്ദബുദ്ധിയാണെന്നാണ് ചിന്തിക്കുന്നത്. അയ്യോ, തെറ്റിപ്പോയി, ഞാൻ അങ്ങനെയല്ല. അവയൊക്കെ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. 28 വർഷമായ പുരോഹിതൻ അല്ലെങ്കിൽ ആ പട്ടത്തിനകത്ത് കൊണ്ട് അഫയ കൊലക്കേസിന്റെ ആ പുണ്യവാളം ചമഞ്ഞപ്പോൾ
നമുക്കറിയാം അവസാനം വിധി എങ്ങനെയായി. ഇന്ന് ആ പൗരോഹിത വസ്ത്രത്തിന്റെ അകത്ത് നിന്ന് ആ മനുഷ്യൻ കള്ളം പറഞ്ഞപ്പോൾ കള്ളനായി നടന്ന സത്യം പറഞ്ഞിട്ട് ജയിലിന്റെ അറകളിൽ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും ഓരോ പ്രവൃത്തികൾക്കും നിശ്ചയമായിട്ടും ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി എല്ലാം തമ്പുരാൻ പുത്രന് കൊടുത്തിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10 പഠിക്കുമ്പോൾ നാം എല്ലാവരും ക്രിസ്തുവിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം. ന്യായവിധിയെല്ലാം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 20 വാക്യം പറയുന്നു, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 14:10 പറയുന്നത് എല്ലാ വിശ്വാസി ന്യായവിധിക്ക് പാത്രീഭൂതരായിത്തീരണം. സ്തോത്രം. എങ്ങനെയൊക്കെയാണ് ന്യായം വിധിക്കുന്നത്? സ്തോത്രം. ദൈവവചനത്താൽ. റോമാലേഖനം 2:14 പറയാണ് ദൈവവചനം കൊണ്ട് ന്യായം വിധിക്കും. പിന്നെ മലാക്കി 3:16 പറയുന്നു ഓർമ്മയുടെ പുസ്തകം. തീർന്നില്ല. ഫിലിപ്പിയ ലേഖനം 4:3 പറയുന്നു ജീവന്റെ പുസ്തകം. അപ്പോൾ നമ്മൾ ചെയ്തതിനെല്ലാം ദൈവവചനം കൊണ്ടും അതുപോലെ ജീവന്റെ പുസ്തകം കൊണ്ടും സ്മരണ പുസ്തകം കൊണ്ടും ഓർമ്മയുടെ പുസ്തകം കൊണ്ടും ദൈവം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആരൊക്കെയാ സാക്ഷികൾ? സങ്കീർത്തനം പഠിക്കുമ്പോൾ സങ്കീർത്തനം 50:4 ദൈവം ആകാശത്തെ സാക്ഷ്യമായിട്ട് വിളിക്കും, ഭൂമിയെ സാക്ഷ്യമായിട്ട് വിളിക്കും. വേറെ ആരെയും വിളിക്കത്തില്ല. കാരണം ആകാശത്തിന് കീഴിൽ നടന്ന സകല പ്രവൃത്തികളും ആകാശം കാണിച്ചു കൊടുക്കും. പിന്നെ ഭൂമിയുടെ കീഴിൽ നടന്ന, ഭൂമിയുടെ മുകളിൽ കടലിനകത്താണെങ്കിലും കരയ്ക്കകത്താണെങ്കിലും എവിടെ നടന്ന പ്രവൃത്തികളും ഭൂമി കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവരെല്ലാം സാക്ഷികളായി വിളിച്ചിട്ട് ദിവസമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന രഹസ്യമായ പരസ്യമായ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുക്രിസ്തു രക്തത്തിൽ ആശ്രയിച്ച് നാം മടങ്ങി വരുന്നുവെങ്കിൽ നിത്യമായ ആ ജീവൻ നമുക്ക് മടക്കി ലഭിക്കുവാൻ ഇടവരും. കർത്താവാകുന്ന യേശുവിനെ കുറിച്ച് യേശു തന്നെ പറയുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ 21 വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ഞാനും ജയിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വരുത്തേണ്ടതിന് നിങ്ങളും ജയിച്ചു വരണം. കാരണം ജീവിതം ഒരു യുദ്ധക്കളത്തിലാണ്. മരണം എന്ന് പറയുന്നത് സ്തോത്രം രണം തീരുക, രണം മായുകയാണ്. ഈ ഭൂമിയിലെ യുദ്ധം മാറുകയാണ്. യുദ്ധം മാറിയിട്ട് ജയിച്ച് അവിടെ ചെല്ലുവാൻ ദൈവം നമ്മെക്കുറിച്ച് കാക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിശാച് ആഗ്രഹിക്കുന്ന 2 കാര്യം: 1 പദവിയിൽ തള്ളിയിടുക, 2 നമ്മളെ കൊല്ലുക എന്നുള്ളതാണ് പിശാചിന്റെ ദൗത്യം. ഇവിടെ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുകയാണ്, സ്തോത്രം, എന്റെ പദവിയിൽ നിന്ന് തള്ളിയിടുക, 2 എന്നെ കൊല്ലുക. ഇതാണ് പിശാചിന്റെ ഉദ്ദേശം. പക്ഷെ എങ്കിലും താൻ ആ പ്രശ്നങ്ങളോട് അഭിമുഖീകരിക്കുന്നത്, രണ്ടാമതായിട്ട് താൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന തൻ്റെ പ്രശ്നങ്ങളുടെ സമീപനമാണ്. എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? പലപ്പോഴും പ്രശ്നം വരുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ ആകുല ചിത്തരായിപ്പോയി. എങ്ങനെ അതിജീവിക്കും? നാടൊട്ടൊക്കെയുള്ള പാസ്റ്റർമാരെയും വലിയ വലിയ പ്രവാചകന്മാരെ നമ്മൾ ഫോണിൽ വിളിച്ച് അർദ്ധരാത്രി വിളിച്ചുണർത്തും. വല്ലതും പറയാനുണ്ടോ, ദൂത് പറയാനുണ്ടോ? പ്രിയമുള്ളവർ, യഥാർത്ഥമായി നാം ദൈവത്തിലേക്ക് ആശ്രയിപ്പാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ സംഗീതക്കാരൻ തന്നെ പറയുകയാണ്, രണ്ടാമതായിട്ട് പ്രശ്നങ്ങളോട് തന്നെ തന്റെ സമീപനമാണ്. പ്രശ്നങ്ങളെ കണ്ടപ്പോൾ അതിനെ വിട്ട് ഒഴിച്ചു ഓടുകയല്ല. പ്രത്യുത 1-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എത്ര പേര് ദൈവത്തിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും? 7 ദിവസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഉപവസിച്ചു, 21 ദിവസം ഉപവസിച്ചു, മറുപടി കിട്ടില്ല, നമ്മൾ പിന്നെ മറന്നുപോയി. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവത്തിനോട് കാത്തിരിക്കണം. ഞാൻ യഹോവയെ കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് നിലവിളി കേട്ടു. 4-ാം യാമത്തിലും സ്തോത്രം നമുക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു നല്ല നാഥനെയാണ് ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. മറന്നുപോകാത്ത നാഥൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാവ് 49:15 വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ യോശുവ വിളിക്കുമ്പോൾ പറയുന്നു, മോശയെ വിളിക്കുമ്പോൾ പറയുന്നു, മോശയെ, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ്. ഞാൻ ആരെയും വിളിച്ചിട്ട് വഴി കളഞ്ഞിട്ട് പോയിട്ടില്ല. ന്യായമായ പ്രതിഫലം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയെങ്കിൽ ഞാൻ അത്രമാത്രം വിശ്വസ്തരായ മഹാദൈവമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഗീതകാരൻ പറയുകയാണ്, ഞാൻ ദൈവത്തോക്ക് മൗനമായിരിക്കുക, കാരണം എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് പാൽക്കാലം എൻ്റെ രക്ഷ ദൈവത്തിൽ നിന്ന് വരുമെന്ന്? പ്രിയമുള്ളവരെ, ആ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവപ്രവൃത്തി കാണാനായിട്ട് കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവശക്തി വ്യാപരിപ്പാൻ കഴിയുകയുള്ളൂ. നീ എവിടെ ചൊല്ലിടുമോ അവിടെ ദൈവം പ്രവർത്തിപ്പാൻ ആരംഭിക്കും. നീ എവിടെ 0 ആകുമോ അവിടെ എൻ്റെ ദൈവം ഹീറോ ആകുവാൻ തുടങ്ങും. നിന്റെ കഴിവും നിന്റെ പണവും നിന്റെ എല്ലാ സ്തോത്രം ലോകപരമായുള്ള ആശ്രയങ്ങളും വിട്ടുമാറി, പണത്തിലുള്ള ആശ്രയം, സമ്പത്തിലുള്ള ആശ്രയം, നിന്റെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളിലെ ആശ്രയം, ഇതെല്ലാം വിട്ടുമാറി എപ്പോൾ ഒരു ദൈവത്തിന്റെ പേരിൽ പൂർണ്ണമായി തമ്പുരാനിൽ ആശ്രയിക്കുമോ അതുവരെ ദൈവം തന്റെ സ്ഥാനത്ത് സ്വസ്ഥമായിരിക്കും. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 32:11 പറയുന്നു, കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ഞാൻ ചിറക് വിരിച്ച് അവരെ വഹിച്ചു. സ്തോത്രം എന്ന് പറഞ്ഞാൽ കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ആ കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ പൂർണ്ണമായി
വിശ്വാസവും പ്രത്യാശയുമാകുന്ന രണ്ട് ചിറകൾ നിൽക്കുന്നത് വരെ ദൈവത്തിന്റെ ആഗ്രഹം ഓരോ വിശ്വാസിയും ആരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ആരെല്ലാം നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ ഉണ്ടായാലും ഓരോ വിശ്വാസിയും ഓരോ ദൈവദാസിയും ദൈവത്തിന്റെ സ്തോത്രം പൂർണ്ണ ആശ്രയത്തിലേക്ക് വരണമെന്നുള്ളതാണ് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ അതിയായ ആഗ്രഹം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. സ്തോത്രം, ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, കാരണം എൻ്റെ രക്ഷ അവനിൽ നിന്ന് വരുന്നു. രണ്ടാമത് പറയണം, അതിന് കാരണം അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. അപ്പോൾ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എല്ലാം ദൈവമാണ്, അതുകൊണ്ട് ഞാൻ ഏറെ കുലുങ്ങുകയില്ല എന്ന് സങ്കീർത്തനക്കാരായ വ്യക്തി ഉറപ്പോടെ പറയുകയാണ്. സ്തോത്രം. രണ്ടാമതായി പറയുന്നത്, അവരെല്ലാവരും, നിങ്ങളെല്ലാവരും, ശത്രുക്കളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാണ്. അപ്പോൾ എത്ര പ്രബലനാണെങ്കിലും കർത്താവിൻ്റെ മൂക്കിലെ ശ്വാസത്താൽ മറിഞ്ഞു വീഴുന്ന വേലിയാണ് അവരുടെ. ശത്രു എത്ര പ്രബലനാണെങ്കിലും അവിടെ പറയുന്നത് എങ്ങനെയാണ്? സ്തേനിച്ച പോലെ അവർ കടന്നു വന്നാലും മുൾത്തി പോലെ അവർ കെട്ടുപോകുമെന്നാണ് 112 സംഘത്തിന്റെ 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വലിയ പ്രബലരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ തക്കോളം ഇടയായിത്തരും. നമ്മൾ എത്രയോ ഭാഗങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ചവർക്ക് വേണ്ടി ഇടിവെട്ടിച്ച് മിന്നലടി അയച്ചിട്ടുണ്ട്, കടന്നിടി അയച്ചിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങളെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഭൂമി രണ്ടായി പിളർന്നു മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെങ്കടലിനെ വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്, യോർദാനെ വറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി ചെങ്കടലിൽ കൂടി ചെങ്കൽപ്പാത ഒരുക്കുന്ന മഹാദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെക്കുക. പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടുകയല്ല, പൂർണ്ണമായ ദൈവത്തിൽ മൗനമായിരിക്കണം. ഇതാണ് സങ്കീർത്തനം 62 സംഘത്തിന് 1-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും പറയുകയാണ്, ഞാൻ ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എത്ര പേര് ദൈവത്തിന് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കും? സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നാം യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല. നീ പ്രാർത്ഥിക്കും തോറും അഭിഷേക ശക്തിയാൽ നിറയായിത്തീരും. നമുക്കറിയാം, സങ്കീർത്തനം യെശയ്യാ 40-30-31 പറയുകയാണ്, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ പ്രകന്മാരെ പോലെ ചിറകടിച്ച് കയറും. യൗവനക്കാരും ബാല്യക്കാരും തളർന്നു വീഴാതെ ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കോളം ഇടയായിത്തരും. ദൈവം മറുപടി താമസിക്കും തോറും നീ ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നീ പ്രാർത്ഥന കുറയ്ക്കരുത്, ആരാധന കുറയ്ക്കരുത്. ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ വിഷയമാണെങ്കിലും, നിന്റെ രോഗം എത്ര വലുതാണെങ്കിലും, കടഭാരം എത്ര വലുതാണെങ്കിലും, നിന്റെ മാനസിക വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും, ഉറക്കമില്ലാതെ നീ ഞെരുവിരി കൊള്ളുകയാണെങ്കിലും, ഉറക്ക ഗുളിയെ വെച്ചുകൊണ്ട് നീ ഭാരപ്പെടുകയാണെങ്കിലും, നീ ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുകയാണെന്നും കർത്താവ് പറയാണ്, ഭാരപ്പെടേണ്ട. സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമ്മുടെ കാലത്ത് കരയണം, പ്രാർത്ഥിക്കണം, ആത്മാവിൽ സടകുടഞ്ഞ് ആരാധിക്കണം, ശക്തമായി ആത്മനിറവോടെ, അന്യഭാഷ നിറവോടെ, പ്രവചന വരത്തോടെ, കൃപാവരത്തോടെ, വെളിപ്പാടോടെ, ദർശനത്തോടെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്റെ ചിന്തകൾ മാറി മറിയട്ടെ. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്റെ ചിന്തകളൊന്ന് മാറട്ടെ. ലൗകിക ചിന്തകളെല്ലാം മാറി ഉയരത്തിലെ ശക്തി ലഭിക്കുവോളം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവപ്രവൃത്തി കാണുന്നതൊക്കെ വിടയായിത്തരും. സ്തോത്രം. അപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്ന്, സ്തോത്രം, താൻ അഭിമുഖീകരിക്കുന്ന, ഒന്നാമതായി ഞാൻ പറഞ്ഞത് താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. രണ്ടാമതായി ഞാൻ പറഞ്ഞത് തൻ്റെ പ്രശ്നങ്ങളുള്ള സമീപനം. എങ്ങനെയാണ് ആ സമീപനം? പ്രശ്നങ്ങളെ വിട്ട് ഒളിച്ചോടുകയല്ല, പൂർണ്ണമായിട്ട് ദൈവത്തെങ്കിൽ ആശ്രയിക്കുക. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവർ, പക്ഷേ സ്തോത്രം, നമ്മെ അടിക്കാൻ പറ്റുന്ന നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ മാതാക്കളോ ഉണ്ടെങ്കിൽ കുഞ്ഞ് ഓടുമ്പോൾ അപ്പന് വാശി കൂടുക, മറിച്ച് ഓടിച്ചത് പപ്പയെ മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ മാതാവിന്റെ കമ്പ് കയ്യിൽ താഴെ പോവുക. അതുപോലെ യഥാർത്ഥമായി പൂർണ്ണമായിട്ട് വിഷയങ്ങൾ വരുമ്പോൾ ദൈവത്തെങ്കിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ, നമുക്കറിയാം ആരെല്ലാം ദൈവത്തെങ്കിൽ ആശ്രയിച്ചു അവർക്ക് വേണ്ടി ദൈവം ഉടനടി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ദാവീദ് അഭിഷേകം വീണ വ്യക്തിയാണ്. താൻ ദൈവത്തിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, അഭിഷേക തൈലവുമായി ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ തൻ്റെ നേരെ തൻ്റെ യാത്രയിൽ കരടി വരുന്നു. കരടിയെ കീറിക്കളയുന്നു. രണ്ടാമതായിട്ട് ഒരു സിംഹം വരുന്നു. സിംഹത്തെ ആട്ടുകുട്ടിയെ പോലെ കീറിക്കളയുന്നു. പിന്നീട് ഗോലിയാത്ത് വരുന്നു. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴൊക്കെയും ഗോലിയാത്ത് വരുമ്പോഴൊക്കെ ഗോലിയാത്തിനെ അല്ല ദാവീദ് കണ്ടത്, മറിച്ച് ഗോലിയാത്തിനെയും പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ മഹാരാജാവാകുന്ന യേശു ക്രിസ്തുവിന്റെ വലിയ അമാനുഷിക ശക്തിയെ സ്തോത്രം ദാവീദ് ധ്യാനിച്ചു. അങ്ങനെയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഇരുന്ന പ്രശ്നങ്ങളല്ല നിനക്ക് വലുത്. നമ്മെ ഉണ്ടാക്കി നമ്മെ ഉരുവാക്കിയ മഹാദൈവം സകലത്തിനു പേരും അധികാരിയാണെന്നുള്ള ബോധത്തോടെ സർവശക്തനായ ദൈവത്തെ നോക്കുവാൻ ഇടയായിത്തീർന്നാൽ അവിടെ ദൈവം അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തും. നിന്റെ കഴിവല്ല, മിടുക്കല്ല, നിന്റെ പണത്തിന്റെ വലിയ ഒരു പണത്തിന്റെ ഇതല്ല, വ്യാപ്തിയല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിപ്പാൻ ഇടയായിത്തീരും.
ദാവീദ് അവിടെ വെല്ലുവിളിച്ചപ്പോൾ, ദാവീദിനെ വെല്ലുവിളിച്ച ഗോലിയാത്തിന് മുമ്പാകെ ദാവീദ് ഒരു കവണയിലും ഒരു കല്ലും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ദൈവദൂതനെ അയച്ച് ദൈവം അവനെ അടിച്ച് തറയിട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ വിളിച്ചു പറയട്ടെ, ദൈവം നാം തന്റെ ഇടത്തോടെ നിൽപ്പാൻ തയ്യാറാകുന്നെങ്കിൽ ചെങ്കടൽ നമുക്ക് മുമ്പേ വഴി മാറുവാൻ തക്കവണ്ണം ഇടയായി തരും. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായി ദൈവത്തെങ്കിൽ ആശ്രയിക്കുവാൻ മൂന്നാമതായി പറയുന്നു, ജനം എല്ലാ കാലത്തും നിങ്ങൾ യഹോവയിൽ ആശ്രയിപ്പിൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത് സ്തോത്രം. രണ്ടാമതായും പറഞ്ഞല്ലോ സ്തോത്രം. മൂന്നാമതായിട്ട് പറയുന്നത് ജനം എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കണം. ദൈവമാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ ഏത് വിഷയങ്ങൾക്കും ഏത് സമയത്തും ഓടിച്ച് അഭയം പ്രാപിക്കാനുള്ള ഒരു സങ്കേതമാണ് നമ്മുടെ കർത്താവ്. സംഘത്തിൽ സ്തോത്ര സംഘത്തിൽ 118 അവിടെ ഇപ്രകാരം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ ഓടിച്ചെന്ന പേരിലേക്ക് അഭയം പ്രാപിക്കും. ആരെല്ലാം ഓടിച്ചെന്ന് ദൈവത്തിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നുവോ, നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ പേര് എന്തൊക്കെയാണ്? എൽ ഷദ്ദായി, സ്തോത്രം. പിന്നെന്താണ്? എൽ എല്ലിയോൻ, എൽ റോയി, പിന്നെ എൽ അമോലം. ഈ പദങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇതിന്റെ ആഴം അങ്ങോട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. സ്തോത്രം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ രോഗമാകട്ടെ, സങ്കീർത്തനം മാത്രമല്ല, പുറപ്പാട് പുസ്തകം 15-26 വാക്യം പറയാം, ഗോഡ് ഹൂ ഹീൽസ്, യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം. സ്തോത്രം. ലൂക്കോസ് 4:23, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ വരെ രോഗിയായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങിച്ചെന്ന്, കർത്താവാകുന്ന യേശു കടന്നു എന്ന് ആ കഫർന്നഹൂമിൽ സകല മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ, അവിടെയുള്ള ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ, അവിടെയുള്ള കുഷ്ഠരോഗികളെയും രക്തസ്രാവക്കാരെ സൗഖ്യമാക്കിയെങ്കിൽ, നൈനിലെ വിധവയുടെ മകളെ തൊട്ടു മരണത്തിൽ നിന്ന് നൈനിലെ വിധവയുടെ മകനെ തൊട്ട് എഴുന്നേൽപ്പിച്ചെങ്കിൽ, അതേ കർത്താവിന്റെ ശക്തിക്ക് ഇന്നും അല്പം പോലും കുറവില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നാം പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തായി പറയുമ്പോൾ പൂർണ്ണമായ ദൈവത്തിലുള്ള ആശ്രയം. 9-ാം വാക്യം പറയുന്നു, സാമാന്യ ജനത്തിലുള്ള ആശ്രയം. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജന ഫോഷും അത്രേ. നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ അവരൊക്കെ ഒരു ശ്വാസം മാത്രമാണ്. സമയത്ത് നമ്മെ സഹായിപ്പാൻ അവർക്ക് ആർക്കും കഴിഞ്ഞു വരില്ല. ഇവിടെ പറയുന്നു സ്തോത്രം. സങ്കീർത്തനത്തിന്റെ 39-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, നമ്മുടെ മനുഷ്യരുടെയൊക്കെ ജീവന്റെ ആയുസ് 4 വിരൽ നീളമാണ്. എങ്ങനെയാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. 4 വിരൽ നീളം മനുഷ്യന്റെ ആയുസ്. അത് വേഗം തീർന്നു വിട്ട് പറന്നു പോകും. പക്ഷെ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഇന്നാളെന്നെ സഹായിക്കും, ഇന്നാളെന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി മനുഷ്യരിൽ ആശ്രയിച്ചാൽ പലപ്പോഴും അവരുടെ ആ ആശ്രയ സ്ഥാനങ്ങളൊക്കെ അറ്റുപോയേക്കാം. മറ്റൊന്ന് പറയുന്നത് സമ്പത്തിലുള്ള ആശ്രയം. നമുക്കറിയാമല്ലോ, ഭൂചലനം ഉണ്ടായപ്പോഴും ജലപ്രളയം ഉണ്ടായപ്പോഴും സമ്പത്തിൽ ആശ്രയിച്ച പലർക്കും അവരുടെ വീടുകളിൽ മനോഹരമായ ലംബോർഗിനി കാറുകളൊക്കെ കാർപോസിൽ കിടന്നിരുന്നു. പക്ഷേ അവർക്കൊന്നും പോകാനായിട്ട് കഴിഞ്ഞില്ല. ആ കാർ എടുത്തുകൊണ്ട് വെള്ളം കയറിപ്പോയി. അവരെ കുട്ടികത്തിനകത്ത് കൊണ്ടുപോയ കാഴ്ച നമ്മൾ കണ്ടു. ഭൂമികുലുക്കം വരുമ്പോഴും കൊറോണ വരുമ്പോഴും ഒരുപക്ഷെ നിന്റെ വില കൂടി കാറ് വീട്ടിൽ കിടക്കുമ്പോൾ ആംബുലൻസിനകത്ത് കൊറോണ പേഷ്യൻ്റായിട്ട് നീ യാത്ര ചെയ്യുമ്പോൾ ആരെയും ഉറ്റ സഹോദരങ്ങളെയോ ബന്ധുമിത്രമായി ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ നീ ഏകാന്ത വാസത്തിലേക്ക് പോകുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ പ്രിയ ശ്രോതാവേ, ദൈവം വിളിച്ചു പറയുക, നിന്റെ പണം നിന്നെ സഹായിക്കുകയില്ല. നിന്റെ ആൾബലം, നിന്റെ അധികാര സ്ഥാനങ്ങൾ, നിന്റെ സംഘടനാ പാഠവും ഇതൊന്നും നിന്നെ സഹായിക്കാൻ കഴിയുകയില്ല. പണം കൊണ്ട് നിനക്ക് പട്ടുകൊത്ത വാങ്ങാം, ഉറക്കം തരത്തില്ല. പണം കൊണ്ട് മനോഹരമായ മണിമാളിക പണിയാം, യഥാർത്ഥമായ ഒരു ഭവനമാകണമെന്നില്ല. പണം കൊണ്ട് നമുക്ക് പലതും നേടാം. പക്ഷേ സ്തോത്രം, പണം കൊണ്ട് ഒരുപാട് പുസ്തക സഞ്ചയങ്ങൾ വാങ്ങാം. പക്ഷേ നമുക്ക് ജ്ഞാനം ലഭിക്കണമെന്നില്ല. പണം കൊണ്ട് നമുക്ക് സ്തോത്രം പൂവത്തെ ഒരുക്കാം. പക്ഷേ നമുക്ക് ഉറക്കം കിട്ടണമെന്നില്ല. ഒരു നാഴിക മണി വാങ്ങി വെക്കാം, പക്ഷേ സമയം കിട്ടണമെന്നില്ല. അപ്പൊ പണം കൊണ്ട് പലതും നേടാമെന്ന് നമ്മൾ ചിന്തിച്ചാലും ഈ പണത്തിനൊന്നും തക്ക സമയത്ത് ഒന്നും നമുക്ക് സഹായിക്കാൻ കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥമായി ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. നിന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയമുള്ളവരെ ഹൃദയം തകർന്നവരായി, ഹൃദയം ഉടഞ്ഞവരായി എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം ഇറക്കി വെച്ച് പറയൂ, ഞാൻ തകർന്നവനാണ്, എനിക്ക് സ്തോത്രം ദൈവികമാകുന്ന ദർശനമുള്ള വ്യക്തിയാണ്, ദൈവിക വേലയിൽ പങ്കാളികളാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എന്നെ ഒന്ന് വിശാലപ്പെടുത്തണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവോട് പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളുടെ വിശാല സ്ഥലത്താക്കുവാനിടയായി തരും. ജനമെല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പത്തെ ഗുണം പോവുകയാണ് പ്രിയമുള്ളവരെ. സർവശക്തനായ ദൈവം നിങ്ങളെ ഇന്ന് പകൽസമയം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
ഒരു ശാസ്ത്രജ്ഞൻ പ്രത്യേകതരം പുഷ്പങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. അദ്ദേഹം കിഴക്കാൻ തൂക്കായ ഒരു പ്രദേശത്ത് പൂ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ശാസ്ത്രജ്ഞൻ നല്ല വിശിഷ്ടങ്ങളായ പൂ പറിച്ചുകൊണ്ട് എടുക്കുവാനായിട്ട് കഴിയാത്തത് കൊണ്ട് ഒരു കിഴക്കാൻ തൂക്കായ പ്രദേശത്ത് പൂ പറിച്ചുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന് ആ പൂ പറിപ്പാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം അടുത്ത് കണ്ടൊരു ബാലനെ വിളിച്ചു, മോനെ, ഞാൻ നിനക്ക് ചില ഓഫറിംഗ് ഒക്കെ തരാം, ചില സമ്മാനം തരാം, ഈ താഴെ കിടക്കുന്ന ഈ പൂവിനൊന്ന് പറിച്ചു തരാമോ? അങ്കിളിനെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് ആ കുഞ്ഞിന്റെ മറുപടി, ഓക്കെ, ഒരു കയറ് തന്നാൽ മതി, പക്ഷെ ആ കയറിന്റെ അറ്റം എൻ്റെ പിതാവ് പിടിക്കണം. പിതാവ് പിടിച്ചെങ്കിൽ മാത്രമേ ഞാൻ ആ കയറെ പിടിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ട് ആ പൂ പറിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് നൽകിയ വിടുതലുകളെ ഓർത്താൽ, നമ്മുടെ പിതാവ് നൽകിയ വിടുതലുകളെ ഓർത്താൽ, നമ്മൾ ഒന്നുമില്ലായ്മ നമ്മൾ ഇതുവരെയും കൊണ്ടുവന്ന് ഓർത്താൽ എങ്ങനെ നമ്മുടെ പിതാവിൽ നാം ആശ്രയിക്കാതിരിക്കും പ്രിയമുള്ളവരെ? അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചു കൊടുത്തിട്ട്, കഴിഞ്ഞ നാളുകളിൽ നാം രോഗിയായിരുന്നപ്പോൾ നമുക്ക് സൗഖ്യം നൽകി തന്നു. കഴിഞ്ഞ നാളുകളിൽ നാം കടഭാരത്തിൽ ഭാരപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് കടഭാരം മാറ്റിത്തന്നു. ഭവനമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ തമ്പുരാൻ ഭവനം ഒരുക്കി തന്നു. മാത്രമല്ല, ഏതെല്ലാം വിഷയങ്ങൾ, പൈശാചികമായ ശക്തികൾ നമുക്കെതിരെ പോരാടിയപ്പോൾ, ഉറക്കമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ തമ്പുരാൻ നമുക്ക് ഉറക്കവും സമാധാനം നൽകി തന്നു. അങ്ങനെ അനവധി വിഷയങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഇനിയുള്ള വിഷയങ്ങളിലും നാം അഭിമുഖീകരിക്കുന്ന ഇക്കാലത്തെ വിഷയങ്ങൾ, കൊറോണ എന്ന മാരക വ്യാധി വളരെ ശക്തമായി പഠനം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷം എന്താകും, ഞാനും അതിന്റെ ഒരു വിക്ടിമാകുമോ, ബലിമൃഗമാകുമോ, ബലിയാടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഒന്നിലും ഭയപ്പെടാതെ യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കാൻ ഇടയാകുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെയാകും. ആകയാൽ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് പറയുകയാണ്, ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, കാരണം അവൻ നമ്മുടെ സംഗീതമാകുന്നു. അപ്പോൾ ഇതുപോലെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെക്കപ്പെടുമുള്ളവരെ, ആ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ മാനിക്കുന്നത് മാത്രമല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ നിത്യജീവന്റെ അവകാശിയാകും വരെയും കൂടെ ഇരിക്കുന്ന ഒരു മഹാദൈവം. ആകയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക, ഒരു നിമിഷം പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ജനം എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിക്കും, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവൻ. ദൈവം നമുക്ക് സംഗീതമാകുന്നു. ഇന്ന് പല അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളാണോ നിങ്ങളുടെ ഹൃദയം പകർന്നു കൊടുത്ത കർത്താവ് യേശു ക്രിസ്തുവിനോട് വാക്കി പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ഓ ജീസസ്, നമ്മുടെ യേശു മതിയായ ദൈവമാണ്. സ്തോത്രം. നമ്മളിവിടെ വായിച്ച പോലെ, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിലുണ്ടായിരുന്നു. കഫർന്നഹൂമിൽ സ്തോത്രം, ഡോക്ടർമാർ രോഗികളെ കിടക്കുമ്പോൾ ആത്മശക്തി പ്രാപിച്ച യേശു ക്രിസ്തു കഫർന്നഹൂമിൽ കടന്നു വന്ന് സ്തോത്രം പള്ളിയിൽ പ്രസംഗിച്ചു. നമുക്ക് ലൂക്കോസ് 4:31 ശക്തമായി പ്രസംഗിച്ചപ്പോൾ അവിടെ അശുദ്ധാത്മാവ് പുറത്തുപോയി ആ വ്യക്തികൾ സ്വതന്ത്രമായി തിരുനിടയായി തീർന്നു. മാത്രമല്ല സ്തോത്രം ലൂക്കോസ് 7 പഠിക്കുമ്പോൾ ദാസൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. മരണത്തിന്റെ മുഖാവക്കോളമെത്തിയ ആ ദാസന്റെ അടുക്കലേക്ക് കടന്നു എന്ന് യേശു സൗഖ്യം കൊടുത്തെങ്കിൽ തീർന്നില്ല. നൈനിലെ വിധവയുടെ മകൻ മരിച്ചു കിടക്കുകയാണ്. സ്തോത്രം. ആ മരണത്തിൽ നിന്ന് ജീവനെ കൊടുത്ത കർത്താവ് നമ്മുടെ കർത്താവായിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പോലെ നിങ്ങളുടെ വിഷയം എത്ര നാറ്റം വെച്ച കേസാണെങ്കിലും, മരിച്ചു 4 ദിവസമായി ഒരു വിടുതലുമില്ല, നടക്കില്ല എന്ന് പിശാചും ലോകവും വൈദ്യശാസ്ത്രവും സകലവും വിധിച്ച കേസാണെങ്കിലും കർത്താവ് പറയുകയാണ്, ഞാൻ മതിയായ ദൈവമാണ്, ഞാൻ പ്രവർത്തിക്കും, തടയും. ഇന്ന് പകൽക്കാലം ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടക്കി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിഷയം എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെ കമ്പനികൾ പൂട്ടിക്കിടക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് റെന്റ് കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ബിൽഡിംഗ് റെന്റ് കൊടുക്കാൻ നിങ്ങളുടെ പൈസ കാണുകയില്ല. കടഭാരത്തിലായിരിക്കാം. നിങ്ങൾ രോഗിയായിരിക്കാം, രോഗിണിയായിരിക്കാം, മാനസികമായി തകർന്നു കിടക്കുന്ന വ്യക്തിയായിരിക്കാം, ശാരീരികമായി രോഗത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഒരു നിമിഷം പുറകെ കർത്താവ് ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കപ്പെടുമുള്ളവരെ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ, കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. ഇത്തിരി നേരമൻ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി, ഇത്തിരി നേരമൻ ചാരത്തിരുന്നേശു ഒത്തിരി കാര്യങ്ങൾ ചൊല്ലി,
കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. പൊട്ടിത്തകർന്നതാം തമ്പുരുവാണു നീ, കമ്പികൾ കെട്ടി ഞാൻ ശ്രുതികൾ മീട്ടും. പൊട്ടിത്തകർന്നതാം തമ്പുരുവാണു നീ, കമ്പികൾ കെട്ടി ഞാൻ ശ്രുതികൾ മീട്ടും. യോഹന്നാൻ ചാരിയ എൻ തിരുമാർവിൽ, യോഹന്നാൻ ചാരിയ എൻ തിരുമാർവിൽ, നിന്നെയും ഞാനെന്നും ചേർത്തണയ്ക്കും, നിന്നെയും ഞാനെന്നും ചേർത്തണയ്ക്കും. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. കരുതും നിനക്കവനെല്ലാം കലങ്ങുന്നതെന്തിനു മനമേ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽസമയം എക്സോഡസ് മീഡിയ മിനിസ്ട്രീസിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രിയമുള്ളവരെയും, സകല ദൈവദാസിദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവിന്റെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെ അറിയുന്നല്ലോ. അത്ഭുതം ചെയ്യണം. വിശ്വാസത്തെ പ്രാർത്ഥിച്ചവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിച്ച് രോഗികളെ സൗഖ്യമാക്കണമേ. ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മാനസികമാകുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ, എല്ലാ ആകുല ചിന്തകൾ അവരെ വിട്ട് മാറിപ്പോവട്ടെ കർത്താവ്. കടഭാരങ്ങൾ മാറിപ്പോവട്ടെ, ആകുല ചിന്തകൾ മാറിപ്പോവട്ടെ കർത്താവ്. ഒരു പൂർണ്ണ നന്മ, ഒരു പൂർണ്ണ വിടുതൽ ഇന്ന് പലകാലം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ മാത്യു അവർ തന്റെ കുടുംബം, തന്റെ മിനിസ്ട്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ മാനിക്കണമേ, അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ അവരെ പ്രാർത്ഥിക്കുക. ദൈവം വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.